അവളുടെ മനസ്സ് ഇപ്പോഴും ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നിരുന്നാലും കുട്ടികളുടെ വിശപ്പ് അവൾക്ക് അതിലും പ്രധാനമായിരുന്നു. പതിയെ അടുപ്പ് കത്തിച്ചു. പാത്രങ്ങൾ ഓരോന്നായി എടുത്തു വെച്ചു. പാചകത്തിൻ്റെ തിരക്കിലേക്ക് അവൾ സ്വയം ഒതുങ്ങാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം. "എനിക്ക് എന്താണ് വേണ്ടതെന്ന് നീ ചോദിക്കുന്നില്ലേ?" തൊട്ടുപിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദം നീലിമയെ ശരിക്കും ഞെട്ടിച്ചു. അവൾ വേഗത്തിൽ തിരിയുന്നതിനിടയിൽ അവളുടെ മുഖം ജഗന്റെ നെഞ്ചിൽ ചെന്നിടിച്ചു. ഒരു നിമിഷം രണ്ടുപേരും കണ്ണുകൾ തമ്മിലുടക്കി. അവളുടെ ശരീരത്തിന് വിറയൽ വന്നു. പരിഭ്രമത്തോടെ നീലിമ രണ്ടടി പിന്നോട്ട് മാറി അടുക്കളയിലെ മേശയിൽ ചാരി നിന്നു. അപ്പോഴാണ് കുട്ടികൾ കളിയുടെ തിരക്കിലെന്ന സമയം നോക്കി. ഒരു പൂച്ചയെ പോലെ ശബ്ദമുണ്ടാക്കാതെ ജഗൻ അടുക്കളയിലേക്ക് കയറിയതാണെന്ന് അവൾക്ക് മനസ്സിലായത്. "എന്താ? എന്തു വേണം?" ഇടറിയ ശബ്ദത്തിൽ അവൾ അവനോട് ചോദിച്ചു. ജഗൻ അവളെ തന്നെ നോക്കി നിന്നു. ശേഷം വളരെ പതിയെ പറഞ്ഞു, "ഇല്ല, എനിക്ക് എന്താണ് ഇഷ്ടമെന്ന് നീ ചോദിച്ചതേയില്ല." ആ വാക്കുകൾ കേട്ടതും നീലിമ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ അവൾക്ക് വിട്ടുപോയി. അവളുടെ പരുങ്ങൽ കണ്ട് ജഗൻ മന്ദഹസിച്ചു. "എനിക്കൊന്നും പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടെന്ന്. വേഗം കഴിച്ചു തീർന്നാൽ എനിക്കും ദീക്കും വീട്ടിലേക്ക് തിരിച്ചു പോകണം." നീരസവും നിരാശയും കലർന്ന ശബ്ദത്തിലായിരുന്നു അവനത് പറഞ്ഞത്. ആ വാക്കുകൾ കേട്ടപ്പോൾ നീലിമയുടെ മനസ്സിൽ എന്തോ ഒരു നീറ്റൽ തോന്നി. "ശരി, ഞാൻ വേഗം ഉണ്ടാക്കാം. നിങ്ങൾ പുറത്തു പോയിരിക്ക്. രചന എങ്ങാനും കണ്ട അവൻ ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോകുമോ എന്ന ആവലാതി." അവളുടെ വാക്കുകൾ തെളിഞ്ഞു നിന്ന്. ഒന്നും പറയാതെ ജഗൻ പതിയെ പുറത്തേക്ക് നടന്നു. നീലിമ വീണ്ടും പാചകത്തിലേക്ക് തിരിഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ ഭക്ഷണത്തിൻ്റെ മണം വീടാകെ നിറഞ്ഞു. അവൾ കുട്ടികൾക്കായി ഒരു പായ വിരിച്ചിട്ടു. അത് കണ്ടതും ദിയ ഓടിയെത്തി. മണം വലിച്ചിടിച്ചുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു, "മമ്മി, വാസന സൂപ്പർ. ഇത് ചീസ് പാസ്തയല്ലേ?" നീലിമ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അത് കേട്ടതും അരുണും ആവേശത്തോടെ പറഞ്ഞു, "എനിക്കും അമ്മ, പാസ്ത ഒത്തിരി ഇഷ്ടമാ. ഇത് സ്കൂളിൽ കൊണ്ടുപോയാൽ എൻ്റെ കൂട്ടുകാർ മുഴുവൻ എന്നിൽ നിന്നും തട്ടിയെടുക്കും." അവൻ്റെ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് നീലിമയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വീട്ടിലാകെ കുട്ടികളുടെ ചിരി നിറഞ്ഞു നിന്നു. പക്ഷേ ആ സന്തോഷത്തിനിടയിലും ജഗന്റെ ശ്രദ്ധ മറ്റെവിടെയുമായിരുന്നില്ല. ഫോൺ കയ്യിൽ പിടിച്ചിരുന്നെങ്കിലും അവൻ്റെ കണ്ണുകൾ സ്ക്രീനിലായിരുന്നു. എന്നാൽ മനസ്സ് മുഴുവനും നീലിമക്കൊപ്പമാണ്. അവളോടൊപ്പമുള്ള ആ കൊച്ചു നിമിഷങ്ങൾ അവൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാത്ത ഒരു സന്തോഷം നിറച്ചു. പ്രണയം എന്ന വികാരം നിശബ്ദമായി അവൻ്റെ ഹൃദയത്തെ വീണ്ടും കീഴടക്കിക്കൊണ്ടേയിരുന്നു. ചൂടോടെ തയ്യാറാക്കിയ ഗ്രേവിയുടെ പാത്രം നീലിമ പതിയെ ജഗന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. മൂക്കിലേക്ക് തുളച്ചു കയറിയ ഗന്ധം ഒരു നിമിഷം ജഗന്റെ ശ്രദ്ധ അവളിലേക്ക് തിരിച്ചു. അവൻ പതിയെ തലയുയർത്തി അവളെ നോക്കി. മുന്നിലിരുന്ന വിഭവം കണ്ടതും അവൻ്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. ഒരു നിമിഷം അവൻ നീലിമയെ തന്നെ നോക്കി. പിന്നെ മുഖം വെട്ടിത്തിരിച്ചു. ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അത് കണ്ടതും നീലിമയുടെ മുഖം മങ്ങി. "വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ തെറ്റ്," അവൾ മനസ്സിൽ പറഞ്ഞു. പതിയെ ആ പാത്രം തിരികെ എടുക്കാൻ കൈ നീട്ടി. പക്ഷേ അവൾ എടുക്കുന്നതിന് മുമ്പേ ജഗൻ അതെടുത്ത് തൻ്റെ മുന്നിലേക്ക് വലിച്ചു വെച്ചു. ഒന്നും പറയാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ കഷ്ണം, പിന്നെ രണ്ടാമത്തേത്, അങ്ങനെ ഓരോ ഉരുളയും ആസ്വദിച്ച് രുചിച്ചറിഞ്ഞു. അവൻ കഴിച്ചു കൊണ്ടേയിരുന്നു. അത് കണ്ടു നിന്ന നീലിമക്ക് ശരിക്കും അത്ഭുതമായി. കുറച്ചു മുമ്പ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയ ആളാണോ ഇപ്പോൾ ഇത്രയും ഇഷ്ടത്തോടെ ഇതെല്ലാം കഴിക്കുന്നത്? അവൾക്ക് അറിയില്ലായിരുന്നു ജഗന്റെ ജീവിതത്തിൽ മറുവശം. കോടികളുടെ ഉടമയാണെങ്കിലും അവന് കിട്ടിയിരുന്ന ഭക്ഷണത്തെ രുചി എന്നൊന്നില്ല. ദിയക്കും വീട്ടിലുള്ള പ്രായമുള്ളവർക്കുമായി ഉപ്പും എരിവും കുറച്ചുണ്ടാക്കുന്ന ഭക്ഷണം ദിവസവും കഴിച്ച് അവൻ്റെ നാവിന് രുചി എന്താണെന്ന് പോലും മറന്നു പോയിരുന്നു. പക്ഷേ ഇന്ന് നീലിമയുടെ കൈപുണ്യത്തിൽ പിറന്ന ചൂടൻ ചപ്പാത്തിയും ഗ്രേവിയും അവന് ഒരു വിരുന്നിനെ പോലെയായിരുന്നു. ചപ്പാത്തി ഗ്രേവി തൊട്ടാണ് കഴിക്കുന്നത്, അതോ ഗ്രേവി ചപ്പാത്തി മുക്കിയാണോ കഴിക്കുന്നത് എന്ന് സംശയക്കുമാറായി. ഓരോ കഷ്ണവും അവൻ ആസ്വദിച്ചു കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ജഗന്റെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു നിന്നു. അവൻ പതിയെ എഴുന്നേറ്റു. കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് എടുത്തു. അത് അരുണിന് നേരെ നീട്ടി. അരുണിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് തിളങ്ങി. ആകാംക്ഷയോടെ അവൻ ആ പാക്കറ്റിലേക്ക് നോക്കി. റോബോട്ട് കിറ്റ്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം. പക്ഷേ അത് വാങ്ങാൻ കൈ നീട്ടുന്നതിന് മുമ്പ് അവൻ്റെ നോട്ടം പതിയെ നീലിമയിലേക്ക് നീണ്ടു. അമ്മയുടെ അനുവാദമില്ലാതെ ഒന്നും സ്വീകരിക്കാൻ അവന് മനസ്സ് വന്നില്ല.
അതേസമയം നീലിമയുടെ മനസ്സിലും ഒരു ചോദ്യമുയർന്നു. അരുണിന് ഇതാണ് ഏറ്റവും ഇഷ്ടമെന്ന് ജഗന് എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ ശ്രദ്ധിക്കാൻ എപ്പോഴാണ് ഇയാൾക്ക് സമയം കിട്ടിയത്? ആ ചിന്തകൾക്കിടയിലായിരുന്നു ദിയയുടെ ശബ്ദമുയർന്നത്. മമ്മി, ഞാനാണ് പപ്പയോട് പറഞ്ഞത് ഒരു ദിവസം അരുണിന് റോബോട്ട് കിറ്റി ഒത്തിരി ഇഷ്ടമാണെന്ന്. അവൻ പറഞ്ഞിരുന്നു. ഞാനത് അച്ഛനോട് പറഞ്ഞു. ഇന്ന് സർപ്രൈസായി വാങ്ങിക്കൊണ്ടുവന്നതാ. ദിയയുടെ വാക്കുകൾ കേട്ടതും നീലിമ ജഗനെ നോക്കി. ജഗൻ, ഇതൊന്നും വേണ്ടായിരുന്നു, അവൾ മടിയോടെ പറഞ്ഞു. പക്ഷെ ആ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജഗൻ അവളെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ചെറിയൊരു ദേഷ്യം കലർന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ അതെല്ലാം സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. ദിയക്ക് നീ ചെയ്യുന്നതൊന്നും ഞാൻ തടയുന്നില്ലല്ലോ. അതുപോലെ അരുണിന് ഞാൻ എന്ത് ചെയ്യുന്നതും നീ തടയാതിരിക്കുന്നതാ നല്ലത്. ഉറച്ച ശബ്ദത്തിലായിരുന്നു അവൻ്റെ മറുപടി. ശേഷം ജഗൻ അരുണിനെ നോക്കി. അരുണാകട്ടെ ഇപ്പോഴും അമ്മയുടെ അനുവാദത്തിനെ കാത്തു നിൽക്കുകയാണ്. ഒരു നെടുവീർപ്പോടെ നീലിമ കണ്ണുകളാൽ സമ്മതമറിയിച്ചു. അടുത്ത നിമിഷം അരുൺ ഓടിച്ചെന്ന് ആ റോബോട്ട് കിറ്റ് വാങ്ങി സന്തോഷം കൊണ്ട് ജഗന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ കവളിൽ സ്നേഹത്തോടെ ഒരു ഉമ്മയും നൽകി. ആ നിമിഷം ജഗന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ അരുണിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ശേഷം നോട്ടം പതിയെ നീലിമയിലേക്ക് നീണ്ടു. ദിയയുടെ കൈ ചേർത്ത് പിടിച്ച് അവൾ തൊട്ടരികിൽ നിൽക്കുന്നു. ആ കാഴ്ച ഒരു നിമിഷം ജഗന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ആ 4 പേരെയും കണ്ടാൽ അവർ ഒരു കുടുംബമല്ലെന്ന് ആരും പറയില്ല. ആ നിമിഷം അവർ ഈ പൂർണ്ണതയുള്ള സന്തോഷം നിറഞ്ഞ ഒരു മനോഹരമായ കുടുംബം പോലെ തോന്നി.